ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. സോ ഗ്ലോബൽ മാർക്കറ്റ്സ് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ്സ് പരിശോധിക്കുമ്പോൾ യു എസ് മാർക്കറ്റ്സിൽ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. S&P 500 ഡോ ജോൺസ് നോക്കുമ്പോഴത്തേക്കും 365 പോയിന്റ്സ് ഡൗൺ ആണ്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സെല്ലിംഗ് പ്രഷർ കാരണം തന്നെ ആകാം യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഒരു ബ്ലീഡിങ് ഒരു ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ടോട്ടലി മാർക്കറ്റ്സ് എല്ലാം ഡൗൺ സൈഡ് തന്നെ പോകുകയാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ലൈക്ലി ഏഷ്യൻ മാർക്കറ്റ്സിൽ കുറച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. 35 പോയിന്റ്സ് അപ്സൈഡാണ്. സോ ഈ ഒരു നിലനിർത്തുവാണെങ്കിൽ മേ ബി 20 to 30 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗ് ഈ ഒരു നിലനിർത്തുകയാണെങ്കിൽ. അല്ലാതെ ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നോക്കുകയാണെങ്കിൽ നിക്കി ഒരു ഡൗൺ സൈഡാണ്. സ്ട്രേറ്റ് ടൈംസ് ആൻഡ് ഹാങ്സങ് ആൻഡ് തൈവാൻ വെയ്റ്റഡ് ഇതെല്ലാം ഒരു സ്ലൈറ്റ്ലി ബെയറിഷ് ടു ന്യൂട്രൽ എന്നുള്ള രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബെയറിഷ് ന്യൂട്രൽ എന്നുള്ള രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിലെ അവസ്ഥയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടലി ഇന്നത്തെ മാർക്കറ്റിലെ ചാർട്ട്സ് നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റി ഒക്കെ ഇന്നലെ ഞാൻ വരച്ച ലെവൽസ് തന്നെ വാലിഡായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ അറിയാം മാർക്കറ്റ് ഇന്നും ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് ഇന്നലെയും ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് എത്തിയ ശേഷം മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തി. അപ്പോൾ നമുക്ക് 50 മിനിറ്റ്സ് ചാർട്ട് ഞാൻ എടുക്കുകയാണ്. 50 മിനിറ്റ്സ് ചാർട്ടിൽ ഇന്നലെ വരച്ച അതേ ലെവൽസ് നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ഒരു ഡിമാൻഡ് ഏരിയയാണ് 25,450 എന്ന് പറയുന്നത്. ആ ഏരിയയിൽ മാർക്കറ്റ് ഇന്നലെ വന്ന് ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. സോ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ 25,300 എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. മാർക്കറ്റ് ആ ഒരു മേജർ ഡിമാൻഡ് സോണിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 300 പോയിന്റ്സ് പറയുമ്പോൾ ഒരു 150-100 പോയിന്റ്സിൻ്റെ ഡൗൺ സൈഡ് വന്നാൽ പോലും ഈ ഒരു ഏരിയ കുറച്ച് ലിക്വിഡിറ്റി ഏരിയയാണ്. ആൻഡ് മാർക്കറ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെങ്ത് എടുക്കാൻ പറ്റിയ ഒരു സോണാണ് 25,300 to 320 എന്നുള്ള റേഞ്ച്. കാര്യം മുന്നേ നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് എന്താ പറയുക പുഷ് തന്ന സോണാണ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന് പോയ സോണാണ്. ആൻഡ് ഈ ഭാഗത്ത് മാർക്കറ്റ് റീടെസ്റ്റും ചെയ്തിട്ടുണ്ട്. മുന്നേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി 25,343 നിന്ന് ഒരു നല്ല രീതിയിലുള്ള ഗ്യാപ്പ് അപ്പോടെ മാർക്കറ്റിൽ ട്രാവൽ ചെയ്തത് 26,100 എന്നുള്ള റേഞ്ചിലേക്കാണ് പോയത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഗ്രാജുവലി ഈ ഒരു സോണിൽ വീണ്ടും 25,300 എന്നുള്ള സോണിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ അപ്സൈഡ് പോയത് അല്ലേ. അടുത്ത നല്ലൊരു ഹയർ ഹൈ തന്ന മേഖലയായിരുന്നു ഈ ഒരു സോൺ. 26,301 വരെ അടുത്ത റീടെസ്റ്റിൽ നിന്ന് നമുക്കിവിടെ പോസിബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ആ ഒരു റീടെസ്റ്റ് ഏരിയയിലേക്ക് വരികയാണ്. സോ 25,300 എന്ന് പറയുന്നത് മാർക്കറ്റിലെ പ്രധാന ഏരിയ ആണ്. 25,300. ഓക്കെ, ആ ഒരു ഏരിയ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കണ്ടുകൊള്ളുക. 25,300 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരാം. മറിച്ച് 25,300 എന്ന് പറയുന്ന സോൺ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ബുള്ളിഷിലേക്ക് നീങ്ങാനാണ് സാധ്യത. സോ ഞാൻ ക്രൂഷ്യൽ സോൺ ഞാൻ വരച്ചു വയ്ക്കുന്നത് 25,300. ഈ ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ബുള്ളിഷായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും ഈ ഒരു ഏരിയ 25,300. മറിച്ച് 25,300 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുവാണെങ്കിൽ അത്യാവശ്യം അടുത്തത് 25,000ലേക്ക് വീണ്ടും ഒരു 300 പോയിന്റ്സിന്റെ ഡൗൺ സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഒറ്റ കാര്യമേ ഉള്ളൂ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് 25,300 ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കാര്യം 25,300 അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിമാൻഡ് സോണാണ്. അപ്പോൾ ആ ഏരിയ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഞാനൊരു ബുള്ളിഷ് മൈൻഡ് സെറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മറിച്ച് ആ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബെയറിഷ് ട്രെൻഡിലേക്ക് മൈൻഡ് സെറ്റിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒരു ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ, തിരിച്ച് ഈ സോണിലേക്ക് വന്നു ആൻഡ് തിരിച്ച് കയറിപ്പോൾ ഇന്നലെ വരച്ച അതേ ലെവൽസ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ആ ഒരു സോൺ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ സോണ് പോലെ മാർക്കറ്റ് തിരിച്ച് കയറി വന്നു ആൻഡ് ആ ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയാണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ട് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം കുറച്ചും കൂടെ ക്ലിയർ പ്രൈസ് ആക്ഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും. കാര്യം വീണ്ടും ഒരു ഹൈസിന് നേരില്ല ആദ്യമേ ഉണ്ടാക്കിയ 60,425 എന്ന് പറഞ്ഞാൽ ഹൈക്ക് അടുത്താണ് നിൽക്കുന്നത് അല്ലേ, 430 എന്നുള്ള ഹൈക്ക് അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് ഡിമാൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡിമാൻഡിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ഹോൾഡ് ഓൺ ചെയ്യുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എപ്പോഴും ഞാൻ കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് കുറച്ചും കൂടെ ക്ലിയർലി നമുക്ക് വിസിബിൾ ആവുന്ന അതാണ്. ബാങ്ക് നിഫ്റ്റി അതാണല്ലോ ഈ ഒരു സെല്ലിംഗ് സോൺ 60,114 എന്നുള്ള ഏരിയ കടക്കാനായിട്ട് അതിന് അടുത്തതിന് ഒരു നിയർ ബൈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ് 60,200 എന്നുള്ള റേഞ്ച്. ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹയർ ഹൈ അറ്റംപ്റ്റ് ബാങ്ക് നിഫ്റ്റി സ്റ്റോക്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ ക്വാർട്ടർലി റിസൾട്ട്സ് ഒക്കെ വരുന്ന ടൈമാണ്, ഒരുപാട് സ്റ്റോക്സിന്റെ റിസൾട്ട് വരുന്നുണ്ട്.
ഇന്ന് AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെയും ITC ഹോട്ടൽ, റൈനറ, റൊബാക്കോ അസറ്റ് മാനേജ്മെന്റ്, ക്രെഡിറ്റ് എക്സസ് ഗ്രാമീൺ, സയന്റ്, ഗുജറാത്ത് ഗ്യാസ്, ഇന്ത്യ മാർട്ട്, ജമ്മു കാശ്മീർ ബാങ്ക്, പെർസിസ്റ്റന്റ് സിസ്റ്റം, റോയാലിസ് ഇന്ത്യ, SRF, ടാറ്റ ടെലിസർവീസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് അങ്ങനെ തുടങ്ങിയ പല കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. വിക്രം സോളാറിന്റെ അടക്കമുള്ള റിസൾട്ട് വരുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക. ആൻഡ് റിസൾട്ട് വന്നതിൽ LTI മൈൻട്രിയിലെ പ്രോഫിറ്റ് ഹൈലി കുറഞ്ഞിട്ടുണ്ട് ആൻഡ് റവന്യൂ ഇൻക്രീസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ടാറ്റ ക്യാപിറ്റലിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഗ്രോത്തും നെറ്റ് ഇൻക്രീസിംഗോ ഉണ്ടായിട്ടുണ്ട്. ഹാവൽസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഹാവൽസിന്റെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഹാവൽസ് കണ്ടാൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹാവൽസിൻ്റെ ഡിമാൻഡ് ഏരിയയ്ക്ക് സമീപമാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. സോ ഹാവൽസ് ഇന്നത്തെ ദിവസം ക്ലോസ്ലി വാച്ച് ചെയ്യുക. കാര്യം ഡിമാൻഡ് ഏരിയയ്ക്ക് സമീപമാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിന് വീണ്ടും റീട്രേസ് ചെയ്ത് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു പ്രോബബിൾ സ്റ്റോക്സിൽ ഒന്നാണ് ഹാവൽസ്. ഗുഡ് റിസൾട്ടാണ്. സോ കീപ് ദിസ് ഇൻ വാച്ച് ലിസ്റ്റ്. ഓക്കെ, സിയാറ്റ് ടയേഴ്സിന് അറിയാം, പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സർജ് ഉണ്ടായിട്ടുണ്ട്. ഒബ്രിയോ റിയാലിറ്റിക്ക് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബെൻസാൽ വയർ ഇൻഡസ്ട്രീസിനും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ 3.8% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്, 41-43%. റവന്യൂ ജമ്പ് ആണെങ്കിൽ 924 കോടിയിൽ നിന്നും 1029 കോടിയാണ് റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേറെ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഒരു സെയിൽ പർച്ചേസ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് ദുബായ് ഗ്യാസ് ലിക്വിഫേഷൻ കമ്പനിയായിട്ടുള്ള UAE-യിലുള്ള. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രൊക്യൂർമെന്റ് ചെയ്യാനാണ്. എന്താണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് പ്രൊക്യൂർമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെയിൽ പർച്ചേസ് എഗ്രിമെന്റ് അവർ ചെയ്തിട്ടുള്ള 10 ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിന്റെ പ്രകാരം ഒരു 5 മില്യൺ ടൺ പെർ ആനം LNG സ്റ്റോറേജ് ആൻഡ് കിട്ടും. ബട്ട് അത് അങ്ങനത്തെ ഗുജറാത്തിലെ ചാറ പോർട്ടിലായിരിക്കും അത് എത്താൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ട സംഗ്വി മൂവേഴ്സിന്റെ സബ്സിഡിയായ സംഗ്വി മൂവേഴ്സ് ബോട്സ്വാന പ്രൊപ്പറേറ്ററിക്ക് 4.3 മില്യൺ ഓർഡർ ഡോളർ വേർത്തുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജിൻഡാൽ എനർജി ബോട്സ്വാന എന്ന് പറഞ്ഞ ടീമിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ന്യൂസസ് ഒക്കെ ഇന്നുണ്ട്. ബട്ട് റിസൾട്ട് ടൈമാണ്. അപ്പം എല്ലാവരും കുറച്ച് കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേഴ്സണലി ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന സ്റ്റോക്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് പ്രോബബ്ലി വെയിറ്റ് ചെയ്യുകയാണ്, അത് ഒന്ന് മൂവ് ചെയ്യാനായിട്ട്. ഒന്ന് ARSSBL ആണ്, വെയിറ്റിംഗ് ആണ്, സ്റ്റിൽ നല്ലൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് ARSSBL. കുറച്ച് ദിവസമായിട്ട് ARSSBL ഒരു തവണ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് ജസ്റ്റ് ആ ഒരു സോണിനുള്ളിൽ തന്നെ ARSSBL നിൽക്കുകയാണ്. പല തവണയായിട്ട് അറ്റംപ്റ്റ് നടത്തിയാണ്. ഒരു 700 മുകളിൽ ക്ലോസ് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഞാൻ ARSSBL പ്രതീക്ഷിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ജിൻഡാൽ സോ നിങ്ങൾ കണ്ടായിരിക്കും. ഞാൻ എടുത്തിട്ട് എനിക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ച സ്റ്റോക്കാണ്. കാര്യം വളരെ മൈന്യൂർ സ്റ്റോപ്പ് ലോസേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പം ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, ശേഷം സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴെ വന്ന് റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു നല്ലൊരു ബ്രേക്ക് തന്ന് നിൽക്കുകയാണ് ജിൻഡാൽ സോയിൽ. പിന്നെ ഈ സ്റ്റോക്ക് അഹുൽവാലിയ കോൺട്രാക്ട്സ് ഇന്ത്യ, ഇതൊക്കെ ജസ്റ്റ് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഒരു നല്ല രീതിയിലാവത്തുള്ളൂ. അപ്പം വെയിറ്റിംഗ് ആണ്, ഇതും വെയിറ്റിംഗിലാണ്. പല സ്റ്റോക്സും മെച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ട്രേഡിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പല സ്റ്റോക്സും ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. RVNL ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. RVNLും എനിക്ക് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പായിട്ട് മേക്കിംഗ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് തോന്നുന്നു RVNL. സോ ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്സ് ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് സീരിയസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.